ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളെ 5th ഡേ ബെർഗലിൽ നമ്മൾ ഇതാ ചെക്കൗട്ട് ചെയ്യാണ്. ഇപ്പോൾ സമയം 7 മണി. നമ്മളെ ട്രെയിന് 8 മണിക്ക് അല്ലേ ശലമേൽ. അപ്പോൾ ഇതാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ തന്നെ ആക്കിയിട്ടുള്ളതാണ്. കാരണം നമുക്ക് ഇന്ന് 8 മണിക്കൂർ ജേണിയാണുള്ളത് ഓസ്ലോയിലേക്ക്. ഇവിടുന്ന് ഇപ്പോൾ 8 മണിക്ക് പുറപ്പെട്ടാൽ ഓസ്ലോയിൽ വൈകിട്ട് 3 മണി വരെ എത്തുള്ളൂ. ഫുഡൊക്കെ നന്നായിട്ട് അടിച്ച് കയറ്റിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്നുള്ളത് പിന്നെയുള്ള സ്നാക്സും കപ്പ് നൂഡിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിനിയിപ്പോൾ നേരെ ഓസ്ലോയിൽ പോകും. നമുക്ക് ഏതായാലും ഇനി ബാക്കി നമുക്ക് ഓസ്ലോയിൽ എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഏഴ് മണിക്കൂർ കേട്ടോ, കറക്റ്റ് 7 മണിക്കൂറാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ 3:10 ഓസ്ലോ സെൻട്രൽ സ്റ്റേഷൻ. നമുക്കിനി ഹോട്ടൽ കണ്ടുപിടിക്കണം അല്ലേ. പക്ഷെ നമ്മൾ ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾ ആ ഹോട്ടൽ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിരിക്കും. ജസ്റ്റ് ഫ്രണ്ടിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ട പണിയുള്ളൂ. മഴക്കാറുണ്ട്, മഴ തന്നാൽ മതിയായിരുന്നു. നമ്മളാ മുമ്പത്തെ ഹോട്ടൽ ഇതാ കംഫർട്ട്. ലാസ്റ്റിൽ നമ്മളിവിടെ നിന്നത്, നമ്മൾ 5 ദിവസം മുമ്പ് ഈ ഹോട്ടലിൽ നിന്ന്. നമ്മളെ ഹോട്ടലിൻ്റെ കീ കിട്ടി. ഇവിടെയൊക്കെ 3 മണിയാണ് ചെക്കിംഗ് ടൈം. ഇപ്പോൾ 3:20. ഓ, ലിഫ്റ്റിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ഇവിടെ. കയറി കയറോ. ഇത് കുറച്ച് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള റൂമല്ലോ അല്ലേ. ലൈറ്റ് ഇടൂ നമ്മളെ, ലൈറ്റ് ഇടൂ. അതുപോലത്തെ റൂം ഇതാ. ഇത് കുറച്ച് നല്ലൊരു സ്പേഷ്യസ്, അതുപോലെ തന്നെ കുറച്ചൊരു നല്ലൊരു വൃത്തിയുണ്ട്. ഒരു ഇന്റീരിയർ ഒക്കെ ചെയ്ത പോലെ തോന്നിക്കും. റൂമോ ബാത്റൂം 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 ഓൾസോ വെരി നൈസ്. ഇതിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള കംഫോർട്ട് ഗ്രാൻഡ് ആയിരുന്നു. ഗ്രാൻഡ് എന്ന് പറയുന്നത് കംഫോർട്ട് എക്സ്പ്രസ്. ഇനി ഒന്ന് ഫ്രഷ് ആവാം. ഇനി നമുക്ക് നേരെ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ എന്താണോ നോക്കാണ്ട് അത് നമുക്ക് ലാസ്റ്റ് മിസ്സായ സ്ഥലം ഒന്ന് പോയി വിസിറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ ഇന്നത്തെ അല്ലേ. ഓക്കെ. ഇതോ നമ്മളെ ഹോട്ടൽ ഇതാ, കംഫർട്ട് ഹോട്ടൽ എക്സ്പ്രസ് സെൻട്രൽ സ്റ്റേഷൻ. നമ്മുടെ സ്റ്റേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ്. ഇനി നമ്മൾ ഒന്ന് ഫ്രഷായി, ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫ്രഷായി നേരെ ഫുഡല്ലേ, നേരെ ഫുഡ് കഴിക്കണം. അതാ ഫോറക്സ് ഓപ്പണല്ലോ. നമ്മളിതുവരെ ഇവിടുന്ന് മാറിയില്ലേ, ഒരാഴ്ച ആയിട്ട്. അപ്പോൾ നമ്മൾ നോർവേയിൽ ഒരാഴ്ച ആണ് എത്തിയിട്ട്. ഇപ്പോഴാണ് നമ്മൾ ക്യാഷ് ചേഞ്ച് ആക്കുന്നത്. ഈസ്റ്ററും പെസവ അതൊക്കെ അതിനെ കൊണ്ട് ഒരാഴ്ചയോളം ലീവ് ആയിരുന്നു. അതായത് €1 എന്ന് പറഞ്ഞാൽ 11 നോർവേജിയൻ ക്രോൺ. നമ്മളിവിടെ ഓൾറെഡി നടന്നതാണ് ഈ സ്ട്രീറ്റിൽ കൂടെ. കാൾ ജഹാൻ സ്ട്രീറ്റ്സ് ആണിത്. അത്യാവശ്യത്തിന് തിരക്കുള്ളൊരു സ്ട്രീറ്റ് തന്നെ. നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സമയം 5:30 മണി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ ഇപ്പോൾ ഒപ്പറ ഹൗസ്, അതുപോലെ കാൾ ജോൺ സ്ട്രീറ്റ്, അതുപോലെ തന്നെയുള്ള റോയൽ പാലസ് അവിടെയൊക്കെ പോയിട്ടുണ്ട് ലാസ്റ്റ് ടൈമിൽ. പിന്നെ മ്യൂസിയത്തിൻ്റെ അവിടെയും പോയിട്ടുണ്ട്, ഇവിടെ കൾച്ചറൽ മ്യൂസിയം. ഇനി ഈ ഏരിയയിലുള്ള പിന്നെ ഒരു മഞ്ച് മ്യൂസിയം ഉണ്ട്. പിന്നുള്ള നമുക്ക് ഉള്ളത് ഇവിടെ ഒരു സ്കൾപ്ചർ പാർക്ക് ഉണ്ട്, സ്കൾപ്ചർ പാർക്ക്. അപ്പോൾ മഞ്ച് മ്യൂസിയം ഏതായാലും പോകണമെന്ന് തീരുമാനിച്ചു. ഇവിടെ ഇപ്പോൾ ഈവനിങ് ലേറ്റ് ആണല്ലോ, 9 മണിയൊക്കെ ആവും. അപ്പോൾ നമ്മൾ സ്കൾപ്ചർ പാർക്കിൻ്റെ അങ്ങോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഇവിടുന്ന് ട്രാം എടുക്കണം. ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. ട്രാം എടുത്തിട്ട് പോകണം ആ പാർക്കിൻ്റെ അടുത്തേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ വിജിലാൻഡ് സ്കൾപ്ചർ പാർക്കിലേക്ക് ട്രാം എടുക്കണം. അപ്പോൾ ട്രാമിലുള്ളത് ട്രാം നമ്പർ 2
ഇവിടെ നിന്ന് 15 മിനിറ്റ് ഉണ്ട് ആ പാർക്കിൻ്റെ അങ്ങോട്ടേക്ക്. ഇത് 3 കിലോമീറ്ററോളം. ഇത് ഓർമ്മയുണ്ടോ നമ്മളിവിടെ ലാസ്റ്റ് ഈ പോർട്ടൊന്ന് ഫേരി, നമ്മൾ ഫേരി ഇവിടെ നിന്നായിരുന്നു ഫേരി ആ മ്യൂസിയത്തിലേക്ക് പോയത്, നോർവേജിയൻ കൾച്ചറൽ മ്യൂസിയത്തിലേക്ക്. ഇതിൽ കാണിക്കുന്നതാണ് വിജയലാൻഡ് പാർക്കിന് 3 മിനിറ്റ്സ് കൊണ്ട് ഇപ്പോൾ നമ്മൾ ആ പാർക്കിൻ്റെ അവിടെ. അപ്പൊ നമ്മള് വിഗലാൻഡോ അതിന്റെ മുമ്പ് ഇതൊരു ഓപ്പൺ പാർക്ക് അല്ലേ, ഒരു ഓപ്പൺ പാർക്കാണ്. ഇവിടെ മെയിൻ സ്കൾപ്ചേഴ്സ് 200 സ്കൾപ്ചേഴ്സ് ഇട്ടുണ്ട്. 200. ഇതിന്റെ പ്രത്യേകത എന്താ അറിയാ, ഇത് 200 എണ്ണം ചെയ്തത് ഈ വിഗലാൻഡ് എന്ന് പറയുന്ന ഒരൊറ്റ ആളാണ് ചെയ്തിട്ടുള്ളത്. അതാണ് അയാളാണ് ചെയ്തത്, മനസ്സിലായില്ലേ? വിജലാൻഡ് എന്നുള്ളതിട്ടാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ട്. അതായത് ഒരു നെയ്ക്കഡ് ആയിട്ടുള്ള സ്കൾപ്ചേഴ്സ് ആണ്, എല്ലാം നെയ്ക്കഡ് ആയിട്ടുള്ളത്. അത് 200 എണ്ണങ്ങാനുണ്ട്. അത് മുഴുവൻ ഉണ്ടാക്കിയത് ഒരൊറ്റ ആളാണ്. വേൾഡിൽ തന്നെ അങ്ങനത്തെ, അതായത് ഒരാൾ ഇങ്ങനെ അത്രയും ഉണ്ടാക്കുന്നത് ആദ്യത്തെ തന്നെ ആണെന്ന് തോന്നുന്നത്. അതിൻ്റെ ഒരു പാർക്കാണ് ഇവിടെ. നല്ലൊരു അടിപൊളി പാർക്കല്ലേ? എന്താ അവിടെ ടെലിഫോണിന്റെ സംഭവം ഉണ്ടല്ലോ, ടെലിഫോൺ ബൂത്ത്. അപ്പൊ ഇത് വേൾഡിലുള്ള ഒരു ഒറ്റ ആള് ചെയ്ത വോക്കാണ്, ഒരു ഒറ്റ ആർട്ടിസ്റ്റ് ചെയ്ത വോക്കാണിത്. ഇവിടെ ഉള്ള 200 സ്കൾപ്ചേഴ്സുകളുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. വൈഗാലാൻഡ് സ്കൾപ്ചർ പാർക്ക്. ഇവിടെ ഒരു പഴയ ടെലിഫോൺ ബൂത്തൊക്കെ കാണുന്നുണ്ട്. എന്താണിത്, ഫോട്ടോ എടുക്കാനുള്ളതാണോ അല്ലെങ്കിൽ ഉണ്ട് കേട്ടോ സംഭവം. അതിൻ്റെ ഉള്ളിൽ ഫോണൊക്കെ ഉണ്ട്. പാർക്കിംഗ് ആണെന്നുള്ളത് അറിയില്ല. പഴയത് അതിന് കണ്ടോ, അതൊന്നുമില്ല. റിസീവറും കാര്യങ്ങളും എന്താ വെച്ചാൽ അപ്പോൾ നമുക്കിവിടെ കാണാം. കണ്ടോ, ഈ പാർക്കിൽ ഒരുപാട് സ്കൾപ്ചേഴ്സ് കാണാം അവിടെ. അത് കണ്ടോ, ഇതൊക്കെ എന്താ സ്റ്റാച്യൂസാ? കോഴിയൊക്കെ കണ്ടിട്ട് കണ്ണ് എന്താ. അതൊക്കെ ഒരു അമ്മ മകനെ പിടിച്ചതാണ് കണ്ടോ, ഒരു അമ്മ മകനെ പിടിച്ചിരിക്കുകയാണ്. ഇത് ഇവിടെ കംപ്ലീറ്റ് നേക്കഡ് സ്റ്റാച്യൂസ് ആട്ടോ, സ്കൾപ്ചേഴ്സ്. എൻ്റെ അത് ഫുള്ളും ഇങ്ങനത്തെ തന്നെയാണ്. ഇവിടെ ഉള്ള മുഴുവനും ഇങ്ങനത്തെ സംഭവം തന്നെയാണ്. ഫോട്ടോ എടുക്കാം, അവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ കണ്ടോ, 2 ബോയ്സ് ഇങ്ങനെ ഓടുന്ന അതിൻ്റെയൊക്കെയാണ്. ആളുകൾ മുഴുവൻ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് പോസ് ചെയ്യുക, അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഫുള്ളുണ്ടല്ലോ അമ്മ അവിടെ. ഇനി പോസ് ചെയ്തിരിക്കുക. ഇവിടെ താഴെ നോക്ക്. ആ ശരി, താഴെ നമുക്ക് അതിലൊക്കെ പോകട്ടോ, അവിടെ പോയിട്ട് ഇരിക്കൊക്കെ ചെയ്യാം.
ഇവിടെ ഈ മെയിനായിട്ട് ഈ ഓരോ രൂപങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ മെയിനായിട്ട്. പിന്നെ അത് മാത്രമല്ല നല്ല വിശാലമായിട്ടുള്ള പാർക്കാണ് ഉണ്ടോ. ഉള്ളിലെല്ലാവരും ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൈക്ലിങ്. ഈ പാർക്ക് ചെറുതല്ല, നല്ല വിശാലമായിട്ടുള്ള പാർക്കാട്ടോ. അവിടെ സ്കൾപ്ചേഴ്സ് മാത്രമല്ല, അപ്പുറത്തേക്കൊക്കെ നല്ല ഏരിയ ഉണ്ട് കണ്ടോ. അവിടെയൊക്കെ കണ്ടോ, വലിയൊരു പാർക്കാണ്. അവിടെ ഒരുപാട് ആൾക്കാർ ഓടുന്നു, പിന്നെ ജോഗിങ്, സൈക്ലിങ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ട്. ഒക്കെ നെയ്ക്കഡ് അല്ലേ, ഫുൾ നെയ്ക്കഡ് സ്കൾപ്ചേഴ്സ്. അതായത് ഒന്നുമില്ല, കുട്ടികൾ, പിന്നെ വലിയ ഉമ്മ, മക്കള്, അങ്ങനത്തെ ഒക്കെ അല്ലേ. പിന്നെ അച്ഛന്, കുട്ടികള്, അങ്ങനെ എന്തൊക്കെയോ സ്റ്റോറിയാ, എന്തോ ഒരു സംഭവം ഉണ്ടാവൂലേ അതിന്. നമ്മളെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൻ്റെ ചാർജ് ഇപ്പോൾ തീരുമെന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ ഓൾറെഡി നമ്മൾ പവർ ബാങ്ക് ഒക്കെ പോയി ഇവിടുന്ന് വാങ്ങിക്കാന്ന് ചോദിച്ചാൽ എന്തായാലും ഒരു 10-15 റുപ്യ ആവും വെറുതെ ആവശ്യത്തിന്. ഇനിയിപ്പോൾ നമ്മൾ 2 ദിവസത്തിലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ 2 ഫോണിൽ ഇങ്ങനെ എടുത്തിട്ട് അത് തീർക്കാമെന്ന് വിചാരിച്ചാ അല്ലേ. നോക്ക് ഇങ്ങോട്ട് വാ അമ്മല്ലേ, നോക്ക് ഇതിൻ്റെ മുകളിലൊക്കെ എത്രണ്ണാണ്. ഇവിടെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ തന്നെ എന്നാ മലറ്റ പിടിച്ചോണ്ടോ. അവതാർ സിനിമയിലുള്ള പോലെ ഉണ്ട് അല്ലേ. ഇതൊക്കെ ഈ സൈഡിലൊക്കെ കണ്ടോ, ഇതിന്റെ സൈഡിലൊക്കെ കാണുന്നു. ഇത് കണ്ടോ, ഇവിടെ മാത്രല്ല കേട്ടോ, അത് അതിന്റെ മുകളിലേക്കും ഉണ്ട്. അവിടെ എന്താ ഒരു വലിയൊരു മോണ്യുമെന്റ് മാതിരി ഉണ്ടല്ലോ. എന്താ അവിടെ എന്തൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇത് 200 കേട്ടോ. ഇതൊക്കെ ഇനി അയാളിന് ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ആയിരിക്കും, അട്ടിമേൽ അട്ടിയായിട്ട് എടുക്കുന്നത്. ഇത് കണ്ടോ, ഇതിന്റെ ഗേറ്റിന്റെ മുകളിൽ വരെ ഇതിന്റെ രൂപം കണ്ടില്ലേ. ഇഷ്ടം പോലെ. ഇത് ഫാമിലീസല്ലോ, ഫുള്ള് ഫാമിലീന്റെ സ്റ്റാച്ചു ആണല്ലോ അല്ലേ. കുട്ടികള്, മുത്തശ്ശന്, മുത്തശ്ശി, അച്ഛന്, അമ്മ, എല്ലാരും ഉണ്ടാവും. അതാണ് നടുവിലേക്ക്. നടുവിലുള്ള എന്താണ്, കൂട്ടത്തോടെ മൊത്തം ബേബി. ബേബിയും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ഓ കണ്ടോ, ഇതിന്റെ മുകളിൽ കയറിയപ്പോഴാ പാർക്കിന്റെ വലുപ്പം കാണണം കേട്ടോ. പുറത്തൊക്കെ കണ്ടില്ലേ. അതൊക്കെ ഉണ്ട്. ഇതായിരിക്കോ പുള്ളിക്കാരൻ ഉണ്ടാക്കിയത്? പക്ഷേ ആ വിഗ്ജലാൻഡ് എന്ന് പറഞ്ഞ ആള് ഇതാണോ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ അവിടെ കണ്ട പച്ചേ ഇതൊക്കെ കല്ലാണ്. അതൊക്കെ കല്ല്, ഇതൊക്കെ കല്ലാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, അസല് കല്ലാട്ടത്. മോനെ ആ പാറക്കല്ലേ, ഇതെന്താ വലിയ റോക്കാണ്. റോക്കിനെ കൊണ്ടുണ്ടാ അങ്ങനെ കൊത്തി വെറുതെ അല്ല കേട്ടോ. അത് ഇത്ര ഫേമസ്. ഇവിടൊക്കെ കംപ്ലീറ്റ് ഗ്രൂപ്പായിട്ടുള്ള സ്കൾപ്ചേഴ്സ് ആണ്. ഇതായിരിക്കും 200 എന്ന് പറയുന്നതാണോ? ഇവിടൊക്കെ ഗ്രൂപ്പായിട്ടുള്ളല്ലേ ബേബീസ്. ഇവിടെ ഇങ്ങനെ നീണ്ട് കിടക്കാണല്ലേ കൊറേ പ്രതിമകള്. എന്താണ് ഒക്കെ പാറിനെ കൊണ്ട് ഉണ്ടാക്കിയ കേട്ടോ അവിടെ ഉള്ള കംപ്ലീറ്റ് ഗ്രൂപ്പ്.
ഗ്രൂപ്പ് റോക്കിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓ അപ്പോൾ ഈ ഒരു സ്കൾപ്ചർ പാർക്ക് എന്താണ് എന്ത് പാർക്ക് അത്? സ്കൾപ്ചർ പാർക്ക്. അപ്പൊ ഈ ഒരു സ്കൾപ്ചർ പാർക്ക് അല്ലേ ആക്ച്വലി? അതെ, ഇത് എന്ന് പറഞ്ഞ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കാണ്. വിഗലാൻഡ് സ്കൾപ്ചർ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ പാർക്കാണ്. ഇവിടെ 200, ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ 200ഓളം ഇവിടെ സ്കൾപ്ചേഴ്സ് ഉണ്ട്. ഇവിടെ ഒരാളുണ്ടാക്കി, ഇതൊക്കെ ഒറ്റ വ്യക്തി ഉണ്ടാക്കിയ വിഗലാൻഡ് എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കിയതാണ്. വേൾഡിൽ തന്നെ അങ്ങനത്തെ ആദ്യമാണ് ഒറ്റ വ്യക്തി ഇത്രയും ഇങ്ങനെ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു പാർക്കാണിത്. ഇതിലത് മാത്രമല്ല, ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഒരുപാട് പാർക്കുകൾ വേറെയുണ്ട്. ഇവിടെ ഇതാ റൗണ്ട് അടിച്ച് നിൽക്കുന്ന ആളാ. 1, 2, അതിന്റെ മുകളിൽ എത്ര ആളുണ്ട് ഏകദേശം? 1 എണ്ണി നോക്കി. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണറ്റുണ്ട്. 8 എണ്ണം അങ്ങനെ റൗണ്ട് അടിച്ച് നിൽക്കാണ്. ആ കാക്കിയുണ്ട്. ഇവിടെ നല്ല ഭംഗിയല്ലേ അവിടെ നിന്ന് കാണാൻ പാർക്ക്. ഇവിടെ ക്ലൗഡി ആയിട്ടാട്ടോ അങ്ങനെ. അപ്പോൾ 7 മണി ആയിട്ടുള്ളൂ. ശരിക്കും ഈ സമയത്തൊക്കെ സൺലൈറ്റ് ഉണ്ടാവേണ്ടതാണ്. എന്താലേ ലോണൊക്കെ എന്താലേ അടിപൊളി. അത് ഫുള്ള് ജോഗിങ് സംഭവങ്ങൾ. ഇതൊക്കെ സൈക്കിളൊക്കെ ഓടിക്കാൻ പറ്റിയ ഏരിയ അല്ലേ? ഇതാ അമ്മല്ലേ, ഇതാ പപ്പി 2 എണ്ണം ഇതാ ബാക്കിലും അതാന്നു. ഇവിടെ ഒരു ഓപ്പൺ പൈപ്പൊക്കെ ഉണ്ട്. ഇതാ വെള്ളം കുടിക്കാൻ. ശരി കൊഴിഞ്ഞിട്ട് ഇരിക്കുന്നു ഇവിടെ. ആദ്യം നമ്മൾ വിചാരിച്ചത് ഇതിൻ്റെ മുകളിലുള്ളതൊക്കെ ഇങ്ങനെ കല്ലിനെ കൊണ്ടുണ്ടാക്കിയെന്നുള്ളതാണ്. ഇത് കല്ലല്ല, ഇതിൻ്റെ മുകളിലുള്ളതൊക്കെ ബ്രോൺസും അതിൻ്റെ നമ്മളിപ്പോൾ അവിടെ കണ്ട അതിലുള്ളതാണ് കംപ്ലീറ്റ് കല്ലിനെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഒരാള് ഒരു പ്ലേ ഗ്രൗണ്ട് കണ്ടിക്കണ് കിഡ്സിന്റെ. അങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ചിട്ട് അങ്ങനെ പോവാണ്. ഇനിയിപ്പോ നോക്കണ്ട. ഇവിടെ വേറെ ആരുമില്ലല്ലോ. ഓ ലോട്ടറി. മറ്റാളെ എവിടെ കയറണം എന്നുള്ള ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതൊക്കെ പുതിയതല്ല കേട്ടോ സംഭവം. ഞാൻ കയറിയാലോ? അത്യാവശ്യത്തിന് ഒരു വലിയ നോക്കണേ. അതാ ഒരാളിതാ വരുന്നേ. തണുപ്പത്ത് നല്ല വേലുണ്ടാവും. കയ്യ അതിനുണ്ടോ? നമ്മളെ ഈ ഇവിടെ ഒന്നാലും നമ്മള് പോട്ടെ. ഇവിടെ കളിച്ചിരുന്നോ? നോക്കണേ. ഒരു 10 years വരെയുള്ള കുട്ടികൾക്കുണ്ടാവും. അവിടെ എങ്ങനെ ഒരാൾ തൂങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരും ഇല്ല. കണ്ടോ? അഞ്ഞ് കളിച്ചോ? ഇതാ ഇവിടെ ഇഷല് ഇവിടെ കപ്പ് നൂഡിൽസ് ഒക്കെ തിന്ന് എങ്ങനെ ഇരിക്കുക. നല്ല ക്ലൈമറ്റില് ചൂട് കപ്പ് നൂഡിൽസ്. തണുപ്പത്ത് ചൂടുള്ള കപ്പ് നൂഡിൽസ് അടിച്ചിരിക്കുക.
ഇപ്പോൾ സമയം 7:30 മണിയായി. നമുക്ക് ഇവിടുന്ന് ട്രാം എത്ര മണിക്കാണ് കിട്ടാന്നുള്ളതൊന്നും അറിയില്ല. കാരണം ഇവിടുന്ന് 3.5 കിലോമീറ്ററോളം ഉണ്ടാകും അങ്ങോട്ടൊക്കെ. ട്രാം മിസ്സായാൽ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ടാവും അങ്ങോട്ട് നടക്കാൻ. നീ കളിച്ചോ അവല് കളിച്ചോ? ഓക്കെ കണ്ടിട്ടോ. ഇശല് അവിടെ കഴിക്കാൻ അവിടെ ടേബിളില്ലേ? അത് കളിച്ച് എന്തൊക്കെ ഇശല് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വരും കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒന്നിരിക്കാനും ഫുഡ് കഴിക്കാനും ഇവിടെ തീ എന്നുണ്ടോ, അതായത് ബാർബിക്യൂ കള്ളൊക്കെയുള്ള സെറ്റപ്പാവുണ്ട് ഇവിടെ. ഇപ്പോൾ 7:45 നമ്മൾ ഈ പാർക്കിൽ നിന്ന് നമ്മൾ ഏതായാലും തിരിച്ച് പോവാണ് നമ്മളെ ഹോട്ടലിലേക്ക് തന്നെ. ഇവിടുന്ന് ട്രാമിൻ്റെ ടൈം എത്രയാണെന്നുള്ളത് അറിയില്ലേ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നാളെ രാവിലെ പിന്നെയും നമുക്ക് ഇവിടുന്ന് ഗോതംബർഗിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ നേരത്തെ തന്നെ ഹോട്ടലിലെത്തും വേണം. ഇതൊരു ബസ്സാണ്. ട്രാമിൻ്റെ ടൈം കാണിക്കുന്നില്ല. 4 മിനിറ്റ്സിൽ ഒന്ന് വരുന്നുണ്ട്. നമ്പർ 15 ആണ് ട്രാം നമ്പർ. നമ്മളിതാ ഈ ഒരു ട്രാം എടുത്തത് അങ്ങനെ പോയിട്ട് ഇതാ ഇവിടെ എത്തണം. നമ്പർ 15. അപ്പോൾ ഗൈസ് നമ്മളിതാ സെൻട്രൽ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ ഇതാ ട്രാം ഇറങ്ങി. ഇവിടെ സെൻട്രൽ സ്റ്റേഷനിൽ ഇതാ നമ്മളെ ഹോട്ടലിൽ ഇവിടെ ഇതാ. ഇപ്പോൾ സമയം 8 മണിയാവുന്നു. അപ്പോൾ ഇനിയിപ്പം നമ്മൾ നേരെ എന്താ ഇവിടുന്ന് ചെറുങ്ങനെ കഴിച്ചിട്ട് നേരെ നമ്മൾ ഹോട്ടലിൽ പോവാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നാളെ നേരത്തെ പോകേണ്ടതാണ്. ഇത് ഇനിയിപ്പോൾ നാളെ ഗോതംബർഗിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ നേരത്തെ എണീക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ മെയിനായിട്ട് ഇവിടെ ആ സ്കൾപ്ചർ പാർക്കിൻ്റെ അവിടെയൊക്കെ പോകണമെന്നൊക്കെ പോകാൻ പറ്റി കണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ നമ്മളെ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ അടുത്തതിൽ കാണാം. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ.